വെക്കേഷനിൽ എവിടെയും പോയിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോ ആണ് നിലമ്പൂരിലുള്ളത്. നിലമ്പൂരിൽ നിന്ന് മാത്രം പറഞ്ഞ പോലെ നിലമ്പൂർ എടക്കര ആണ് അത് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാട്ടോ. മെയിൻ റോഡിൽ നിന്ന് തന്നെ കാണുന്നത്, ഉള്ളേരിയയിലൊന്നുമല്ല. പാർക്കിംഗ് സൗകര്യങ്ങളിലൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും മാപ്പിനാവും. നല്ലൊരു നീറ്റ്നെസ്സും ഇടയിലൊരു മാറ്റും. മഴ ആയതുകൊണ്ട് തന്നെ ഒരു വൃത്തിയോടൊന്നുമില്ല, എല്ലാം നല്ല ഫിനിഷിങ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്തിനാ ചിരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കില്ല, അതിന് ഒരു ഇൻട്രോ നൽകാണ്. എൻട്രി ഫീ 100 രൂപയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ എൻട്രി ഫീ ഒക്കെ എടുത്തുകൊണ്ട് ഉള്ളിലോട്ട് പോയി. ഫസ്റ്റ് തന്നെ അവളുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് പക്ഷികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷികളെ കാണുന്നതും മീനുകളെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ വന്ന് നോക്കും. ഞാൻ അതേപോലെ തന്നെ ഒട്ടക പക്ഷിനെ നോക്കിയിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാട്ടി. അപ്പോൾ ഒന്ന് പറയുന്നത് വീഡിയോക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ മറ്റേ ബാക്കിൽ നിന്ന് ഒരാൾ അറിയുന്നുണ്ട് അങ്ങോട്ട് നോക്കണ ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നോക്കാൻ കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളത് അടുത്തത് കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിറച്ച് പക്ഷികളുണ്ട്. അത് കാണുമ്പോഴത്തേന് പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് ഓടിപ്പോകണമെന്നില്ല. കയ്യൊക്കെ കാണിച്ചു നോക്കി മരത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പെട്ടെന്നൊന്നും കിളികളെ കാണില്ല. ഒരുപാട് കിളികൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. മരത്തിൻ്റെ ഇടയിലും അടയിലൊക്കെ ആയിട്ട് ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിന് ചുറ്റും ഒരുപാട് കിളികളുണ്ട്. ഞങ്ങളൊന്ന് മരം ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിയിട്ടോ. എന്നിട്ടും പക്ഷികളൊന്നും നീങ്ങാതെ അവിടെ തന്നെ നിന്നിട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നിച്ചിരിക്കണം കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളി ഇതാണ്. പ്രത്യേക ഭംഗിയുണ്ട് അതിന് മാത്രം കാണാനായിട്ട്. പിന്നെ ഉള്ളത് അവിടെ പാമ്പാണ് കേട്ടോ. പാമ്പിനെ കുറിച്ച് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വീട്ടിൽ മുറ്റത്തുനിന്ന് പാമ്പിനെ കണ്ടാൽ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുകയോ അടുത്ത് പോകാൻ ചെയ്യരുത്. ഇതേപോലെയല്ല, ഇത് നമ്മൾ വളർത്തുന്ന പാമ്പാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ കുട്ടികൾക്ക്. എന്നാൽ പിന്നെ എല്ലാവരും പിടിച്ചിട്ടുണ്ടാണ്. ഞാനൊന്ന് തോളിടാൻ വിചാരിച്ചാണ് ഞാൻ തോളിട്ടപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നു. പിന്നെ ആളിങ്ങനെ കയറിപ്പോകണം കേട്ടോ. എനിക്കെന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടേനു. കൈത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടം. ഞാൻ അതിനെന്തായാലും തോളെടുത്ത് നോക്കിയപ്പോഴാണ് അത് ഫസ്റ്റൊക്കെ ഇങ്ങനെ ഞാൻ നിന്നു. പിന്നിട്ട് ഇങ്ങനെയാണ് പോണേ. ഞാൻ ചിരിച്ചുകൊണ്ട് കയറുന്നു. ഞാൻ എൻ്റെ വായിക്ക് പോകണ്ട വിചാരിച്ചുകൊണ്ട് വായിച്ച് വെച്ചു. പിന്നെ എൻ്റെ ബാക്കിലൂടെ അങ്ങനെ പോകും. പിന്നെ സെൽഫിക്കൊക്കെ നിന്നു എന്നൊരു പോസ്റ്റൊക്കെ തന്നിട്ടോള്. അടുത്തതായിട്ട് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യും. നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർച്ച് രൂപത്തിലുള്ള അക്വേറിയം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതേപോലെ തന്നെ ഈ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്ട് പിക്കൊക്കെ എടുക്കാനൊരു സ്പേസ് കൊടുത്തതാണ് കേട്ടോ. എന്നാലും ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്.
കുറച്ച് സമയമായിട്ട് മത്സ്യകന്യയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളപ്പോഴാണ് അത് അവിടെ മത്സ്യകന്യയെ കണ്ടതും എനിക്കൊരു ഏറെ ഇടങ്ങാറ് തോന്നിട്ടോ. എന്തായാലും അത് പുറത്ത് കുറച്ച് സമയം ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മുന്നിലേക്ക് അത് കുറച്ച് സമയം വരുന്നത്. ആ ഒരു സമയം നമ്മളെ ഹാപ്പിനെസ് ആക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കെങ്കിലും എത്ര ടൈം വരെ രാത്രി 10 മണി 4:30 to 10 മണി വരെയാണ് അവരുടെ ടൈം. അത്രയും ടൈം ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാതെ പോലെ ബ്രീത്ത് എടുക്കണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോ ഒരുപോലെ ഒരു ബുദ്ധിമുട്ടും വളരെ ഏറെ തന്നെയുണ്ടത്. അടുത്ത സെക്ഷൻ ഇതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഇതിന് കയറാത്തത് ഏതെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ എന്തായത് ഇതിൽ ഞാൻ കയറിയിട്ടില്ല. അതിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിലും വേണം കേട്ടോ 100 രൂപ. അങ്ങനെ 100 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ ഞാൻ അതിലേക്ക് കയറാനായിട്ട് പോയി. ഇവിടുത്തെ ഓരോ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഓരോ കുതിരവണ്ടിയിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് അതിൽ കയറിയിരുന്നു. നെടുമ്പിലങ്ങാടി മുഴുവൻ കണ്ടോന്നു. നല്ല ഹാപ്പിനെസ് ആയിട്ടോ, നല്ല രസമുണ്ട്. ഇനി കൊള്ളാം, അടിപൊളി.